എൻ്റെ കൈയുടെ കളർ നിങ്ങൾ കണ്ടല്ലോ നേരത്തെ എന്തുമാത്രം കരിവാളിപ്പുള്ള ഒരു കൈ ആണെന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലയോ പഴം ഒന്ന് ചീത്തയായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ കളയും ഇനി നിങ്ങൾ വേസ്റ്റ് ബക്കറ്റിൽ പഴം ചീത്തയായ കളയല്ലേ അടിപൊളി ഒരു പാക്ക് തയ്യാറാക്കാൻ സാധിക്കും ആ ഒരു പഴം കൊണ്ട് അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ് അത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ് ഇപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പഴമൊക്കെ ചീത്തയായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കാടി പാത്രത്തിൽ അതല്ലെങ്കിൽ വേസ്റ്റ് ബക്കറ്റിൽ എടുത്ത് കളയും ഇനി അങ്ങനെ എടുത്ത് കളയരുത് നമുക്ക് അടിപൊളിയായിട്ടുള്ള പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ് ആ ഒരു പഴം കൊണ്ട് പഴത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടന്റുകളും നമ്മുടെ സ്കിന്നിനകത്തെ കരിവാളിപ്പ് മാറ്റാനും ടാൻ മാറ്റാനും പിഗ്മെന്റേഷൻ കുറച്ച് സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പം നിങ്ങളുടെ സ്കിന്നിന് എത്ര നിറമില്ലെങ്കിലും നിങ്ങൾ ഈ പഴം ചീത്തയായ പഴം കൊണ്ടുള്ള പാക്ക് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്നതാണ് ഇപ്പം ഫേഷ്യലോ ബ്ലീച്ചോ ഒന്നും ഇനി നിങ്ങൾ ചെയ്യണ്ട പഴം ചീത്തയായി കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചേഞ്ചസ് ഒക്കെ ചർമ്മത്തിൽ ഇപ്പം പഴം ചീത്തയാവണമെന്നില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴമാണെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും നമുക്ക് ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാക്ക് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ചേഞ്ചസും കാണാം അതിലേക്ക് നമുക്ക് പോകാം ഞാൻ ഒരു ചീത്തയായ ഒരു പഴം പകുതി എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ കളഞ്ഞ് കാരണം നമ്മൾ ചീത്തയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പഴം എടുത്തിട്ട് വേസ്റ്റ് ബക്കറ്റിൽ കളയുകയാണ് ചെയ്യുന്നത് ഇനി കളയരുത് അത് നമ്മുടെ സ്കിന്നിൻ്റെ കരിവാളിപ്പ് മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും ടാൻ മാറ്റാനും സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ആ ഒരു പഴം കൊണ്ട് ഇനി നിങ്ങൾ ആരും വേസ്റ്റ് ബക്കറ്റിൽ പഴം എടുത്ത് കളയരുതേ കേട്ടോ ഈ പഴം വെച്ച് നമ്മൾ അടിപൊളി ഒരു പാക്കാണ് തയ്യാറാക്കുന്നത് പകുതി ഞാൻ കളഞ്ഞു കേട്ടോ അത് കാരണം ഒട്ടും കൊള്ളില്ലായിരുന്നു പക്ഷേ ഇത് ഇച്ചിരിയെങ്കിലും കൊള്ളാം അത് എന്തായാലും ഞാൻ വെച്ച് അത് നമ്മൾ ആ ഒരു പാക്ക് അത് വെച്ചിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാവുന്നത് എന്തായാലും ഞാൻ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്ത പഴം ഒന്ന് ഉടച്ചെടുക്കാം മിക്സിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് ഓൾറെഡി നല്ലപോലെ ഇതായിട്ടിരിക്കുന്ന പഴമാണ് അന്നേരം നമ്മളിങ്ങനെ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നതാണ് ഓക്കെ അങ്ങനെ ഞാൻ പഴം ഇങ്ങനെ ഇതാക്കി എടുക്കുകയാണ് ഈ ഒരു പാക്ക് നിങ്ങൾ ഇപ്പം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഡെയിലി ചെയ്താലും നല്ലതാണ് അതല്ല ഒന്നിരാടങ്ങളിൽ ചെയ്താലും നല്ലതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാം കേട്ടോ എന്തായാലും ഞാൻ അങ്ങനെ നമ്മുടെ പഴം ഒന്ന് ഞെക്കി ഉടച്ച് റെഡിയാക്കി എടുക്കുകയാണ് ഓക്കെ അങ്ങനെ നമ്മുടെ പഴമൊക്കെ ഒന്ന് ഞെക്കി ഉടച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് മിക്സിയിൽ ഇടേണ്ട ഒരാവശ്യം പോലും വരില്ല കേട്ടോ നമ്മൾ കാരണം ഓൾറെഡി അത് നല്ലപോലെ അളിയാറായ പഴത്തിനകത്ത് മിക്സിയിലിടുവാണെങ്കിൽ എന്തിനാ അതിൻ്റെ ആവശ്യമില്ല നമ്മളിങ്ങനെ ഒരു ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ മിക്സായി കിട്ടും അങ്ങനെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക അങ്ങനെ ഒന്ന് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കടലമാവ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ അരിപ്പൊടിയാണ് അതായത് നമ്മുടെ റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിനകത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സ്കിന്നിൻ്റെ കരിവാളിപ്പൊക്കെ ഇല്ലാതാക്കാനൊക്കെ റൈസ് പൗഡറിൽ നിന്ന് സാധിക്കും അങ്ങനെ റൈസ് പൗഡർ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക ഞാൻ എടുത്ത അളവൊക്കെ നിങ്ങൾ കണ്ടല്ലോ അളവിന് നമ്മളിപ്പം അല്ലാതെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അളവ് കറക്റ്റ് അല്ലാതെ എടുക്കുകയാണെങ്കിൽ ഇതായി പോകും അളവ് കറക്റ്റ് എടുക്കണം കേട്ടോ എന്തായാലും ഞാനൊന്ന് മിക്സ് ആക്കട്ടെ അങ്ങനെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം 1/2 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ സ്കിന്നിൻ്റെ കരിവാളിപ്പൊക്കെ പോകുന്നത് എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണേ പഴം കിട്ടുന്ന സമയത്ത് പഴം ചീത്തയായി പോകുന്നത് അല്ലെങ്കിൽ പഴം പുതിയ വീട്ടിലുണ്ടെങ്കിൽ തന്നെയും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ ചീത്തയാവാൻ വേണ്ടി കാത്തിരിക്കേണ്ട എന്തായാലും നമ്മുടെ പാക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കൈകളിലിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തുമാത്രം സ്കിന്നിന് റിസൾട്ട് നൽകുന്നുണ്ടെന്നുള്ളത് അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഈ പാക്ക് ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് കാരണം അടിപൊളി സംഭവം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളൊന്ന് ഇത് ഇട്ടിട്ടുള്ള ചേഞ്ചസ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ എന്തായാലും ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്
അങ്ങനെ നമ്മുടെ പാക്ക് തയ്യാറായിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈകളിൽ ഇട്ടിട്ടുള്ള ചേഞ്ചസ് കാണിക്കാം. എൻ്റെ കൈയുടെ കളർ നിങ്ങൾ കണ്ടോ, എന്തുമാത്രം പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുള്ളത്. ആ പാക്ക് ഇട്ടിട്ട് എന്തായിരിക്കും മാറ്റം എന്നുള്ളത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ കാണിക്കാം. എന്തായാലും നമ്മുടെ ആ ഒരു പാക്ക് ഇരിപ്പുണ്ട്. ഞാൻ കുറച്ചെടുക്കുകയാണ്. എടുത്തിട്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ പാക്ക് നിങ്ങൾക്കിപ്പോൾ എവിടെയൊക്കെയാണോ നിങ്ങളുടെ കരിവാളിപ്പുള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ എന്തായാലും നമുക്കിത് ഒന്ന് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒന്ന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യണം. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ പോകണ്ടേ, ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ കൈകളിൽ നിന്ന് നമ്മുടെ ഫേസിനകത്താണെങ്കിലും അപ്പം നിങ്ങളുടെ എവിടെയാണോ കരിവാളിപ്പുള്ളത് അവിടെ നിന്ന് നിങ്ങൾ തുടച്ചു മാറ്റാനായിട്ട്. എന്തായാലും ഞാൻ അങ്ങനെ ഒന്ന് മുകളിലൂടെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ഉണങ്ങുമ്പോൾ ഒരു വലിച്ചിൽ വരും കേട്ടോ, അപ്പോഴാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ അങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ എന്തുമാത്രം മാറ്റം ഉണ്ടെന്ന് കണ്ടോ. ഓക്കെ, എന്തായാലും നമുക്കിത് കഴുകിയിട്ടുള്ള ചേഞ്ചസ് കൂടെ ഞാൻ കാണിക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ കൈകൾ ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ നമ്മൾ കൈകളൊന്ന് അപ്പം നിങ്ങൾ ഫേസിലാണെങ്കിലും ഒക്കെ ഒന്ന് ഇതുപോലെ കഴുകിയിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഈ പാക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കാലിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ എവിടെയാണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിവാളിപ്പുള്ളത് അവിടെയൊക്കെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. കഴുകിയിട്ടുള്ള ചേഞ്ചസ് കണ്ടല്ലോ. നേരത്തെ എന്തുമാത്രം കരിവാളിപ്പുള്ള ഒരു കൈ ആണെന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലയോ. എന്തായാലും ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. കഴുകിയിട്ടുള്ള ചേഞ്ചസ് കണ്ടായിരുന്നല്ലോ. എന്തായാലും ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. നിറം നൽകാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. കിടിലനൊരു സംഭവമാണ്. ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണേ. കിടിലനൊരു സംഭവമാണ്. ചെയ്തിട്ടുള്ള ചേഞ്ചസ് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.